ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീലയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ സച്ചി സാറിൻ്റെ മകളുമായിട്ട് സത്യൻ്റെ കല്യാണം നടക്കില്ല എന്ന് കണ്ടതോടുകൂടി സുശീല അഹങ്കാരത്തോടു കൂടി കുഞ്ഞമ്മയെയും ഇന്ദ്രനെയും കൂട്ടി അവിടെ നിന്നും പോവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇന്ദ്രൻ വരുന്നില്ല എന്ന് കണ്ടതോടുകൂടി സുശീലയ്ക്ക് ഇന്ദ്രനോടും ദേഷ്യം തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ സത്യൻ്റെയും പ്രതിഭയുടെയും കല്യാണം നടന്നതോടുകൂടി സുശീലയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടി തന്നെ കിട്ടുകയാണ്. പക്ഷേ സുശീല തോറ്റുമടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സുശീല സച്ചി സാറ് ഏൽപ്പിച്ച ഇന്ദുവിന് കൊടുക്കാൻ വേണ്ടി 100 പവൻ്റെ ആഭരണങ്ങളെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് സുശീലയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ, ഇതാണ് ഇന്ദുവിന് കൊടുക്കുന്ന ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ ബാഗ് കൊടുത്തിട്ടുണ്ടാവും. സുശീലയ്ക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ സുശീല ആ ബാഗ് എടുത്ത് അതിലെ ആഭരണങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സുശീല മനസ്സിൽ ചിന്തിക്കുകയാണ്, സച്ചി സാറിൻ്റെ മകളെ കിട്ടിയില്ലെങ്കിലും സച്ചി സാറിൻ്റെ മകൾക്ക് കൊടുക്കാനുള്ള സ്വർണമൊക്കെ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഇനി ഞാൻ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കില്ല. അയാൾ എന്നോട് ഈ ആഭരണത്തെക്കുറിച്ച് വന്ന് ചോദിച്ചാൽ അപ്പം ഈ സുശീല ആരാണെന്നുള്ളത് സച്ചി സാറിന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞ ശേഷം സുശീല ആ സ്വർണവും എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സുശീല ഈ ആഭരണമെല്ലാം കൊണ്ടുപോയത് ആരും അറിയുന്നില്ല. അങ്ങനെ സുശീല അത് വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയാണ്. അങ്ങനെ സത്യൻ്റെയും പ്രതിഭയുടെയും വിവാഹം നടക്കുകയാണ്. അതുപോലെ ഇന്ദുവിൻ്റെയും രാഹുലിൻ്റെയും വിവാഹവും നടക്കുകയാണ്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സത്യൻ്റെയും പ്രതിഭയുടെയും കല്യാണം നടന്നതോടുകൂടി സുധന് അങ്ങ് വല്ലാത്ത സന്തോഷവും കരച്ചിലും ഒക്കെ വരികയാണ്. സുധൻ ആഗ്രഹിച്ചതുപോലെ മകൾക്ക് നല്ലൊരു ജീവിതം സത്യനുമായിട്ട് കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തോടു കൂടി സുധനും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ സുധൻ വീട്ടിലെത്തിയ ശേഷം ഭാര്യയുമായി സംസാരിക്കുകയാണ്. നമ്മുടെ മകൾ കല്യാണത്തിന് പോയിട്ട് ഇപ്പോൾ സത്യൻ്റെ വധുവായി എന്ന് കേൾക്കുമ്പോൾ സുധൻ്റെ ഭാര്യ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ സുധൻ പറയുന്നുണ്ട്, നമ്മുടെ മകളെ നമുക്ക് കാണാൻ വേണ്ടി പോവാം, അത് നാളെ തന്നെ പോവാം. ഇന്ന് ഈ ഒരു ദിവസം സത്യൻ്റെ ഭാര്യയായി സുശീലയുടെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടിയും വേണ്ട, പിന്നെ നമ്മുടെ മകൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് സുധൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നാളെ തന്നെ പ്രതിഭയെ കാണാൻ വേണ്ടി പോവാം എന്ന് തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് സുശീലയുടെ വീട്ടിലേക്ക് സത്യനും പ്രതിഭയും ഇന്ദ്രനും അനുപമയും ഒക്കെ ചെല്ലുകയാണ്. സോനയൊക്കെ കൂടി ചെല്ലുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറാൻ വേണ്ടി നിലവിളക്ക് കൊളുത്തിയ ശേഷം അനുപമ പ്രതിഭയ്ക്ക് അത് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സുശീല ചാടിത്തുള്ളി അകത്തു നിന്നും വരികയാണ്. എന്നിട്ട് അലറി കൊണ്ട് സംസാരിക്കുകയാണ്, ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് നിലവിളക്ക് കൊടുത്ത് അകത്ത് കയറ്റാൻ ആരാടി നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് സുശീല അനുപമയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് സത്യനും പ്രതിഭയും ഭാനുമ്മയും സോനയും ഒക്കെ അന്തം വിടുകയാണ്. അങ്ങനെ അനുപമയുടെ കയ്യിലുള്ള നിലവിളക്ക് സുശീല ഊതിക്കെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് സുശീല സോനയോട് പറയുകയാണ്, ഇവൾ കൊളുത്തിയിട്ടുള്ള ഈ തിരിയും എല്ലാം തന്നെ കളഞ്ഞ ശേഷം പുതിയ ഒരു തിരി കത്തിച്ചു കൊണ്ടുപോയോ. എൻ്റെ മകൻ്റെ ഭാര്യയെ ഈ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റാനുള്ള അധികാരം എനിക്ക് മാത്രമുള്ളൂ, അല്ലാതെ ഇവൾക്ക് ഞാൻ ചത്തതിൻ്റെ ശേഷം മാത്രമാണ് ഇവൾക്ക് ഈ അധികാരം കിട്ടുകയുള്ളൂ എന്ന് പറയാണ്. ഇനി ഇവിടെ നീ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അനുപമയോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറയുകയാണ് കേട്ടോ. നീ ഇവിടെ ഉണ്ടെങ്കിൽ സത്യൻ്റെ ഭാര്യയെ ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അനുപമ എൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യയാണെങ്കിൽ നിനക്കും പോവാം, എന്നെ അനുസരിച്ച് ഇവിടെ നിൽക്കാൻ കഴിയുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി. ഇവളിവിടെ ഉണ്ടെങ്കിൽ സത്യൻ്റെ ഭാര്യയെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് അനുപമ പറയുകയാണ്, ഞാൻ കാരണം ഒരിക്കലും സത്യൻ്റെ ഭാര്യ വീട്ടിലേക്ക് കയറാതിരിക്കാൻ പാടില്ല, ഞാൻ പൊയ്ക്കോളാം ഇന്ദ്രേട്ട എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, അനു നീ അവിടെ നിൽക്ക്, നീ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അനുവിനെ പോവാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ സുശീല പ്രതിഭയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്ത ശേഷം അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ സത്യനൊക്കെ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ട, ഞാൻ പറയുന്നത് മാത്രം ഇവിടെ അനുസരിച്ചാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ നിനക്കും നിൻ്റെ ഭാര്യയും കൂട്ടി ഇവിടെ നിന്നും പോവാമെന്ന് പറയട്ടെ. ആ സമയത്ത് സത്യന് പിന്നെ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രതിഭയും കൂട്ടി സത്യനും ഭാനുമ്മയും സോനയും കൂടി അകത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് സത്യനും പ്രതിഭയ്ക്കും മധുരം കൊടുക്കാൻ വേണ്ടി സോനയോട് മധുരം എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. ആ സമയത്ത് ഭാനുമ്മ പറയുന്നുണ്ട്, ഇന്ദ്രനും അനുപമയും പുറത്ത് നിൽക്കുന്നുണ്ട്, എല്ലാവരും ഇവിടേക്ക് വന്നതിന് ശേഷം മതിയോ ഇങ്ങനെയൊക്കെ ചെയ്യല്,
അനുപമ എന്തായാലും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, ഇപ്പോൾ തന്നെ അനുപമ പോവും. അപ്പോൾ പിന്നെ എന്തിനാണ് സുശീല വെറുതെ ഈ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ സോന പറയുന്നുണ്ട്, അമ്മേ ഏട്ടത്തി ഇപ്പോൾ തന്നെ തിരിച്ച് പഞ്ചരത്നം വീട്ടിലേക്ക് തന്നെ പോവും. പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഏട്ടത്തി ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല, അവരെ കൂടി വിളിക്ക് അകത്തേക്ക് എന്ന് പറയട്ടോ. സോനയും പറയുകയാണ്. അപ്പോൾ സത്യം പറയുന്നുണ്ട്, അവരാരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചടങ്ങിന് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ സുശീല ഇരിക്കട അവിടെ എന്നങ്ങ് പറഞ്ഞ് സത്യനെ അങ്ങ് ഒച്ചയെടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഭാനുമ്മ പറഞ്ഞതല്ലേ, അവരെ കൂടി അകത്തേക്ക് കയറ്റി എന്ന് പറയാണ് സുശീല. അങ്ങനെ ഭാനുമ്മ അവരെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പുറത്ത് നിൽക്കുന്ന ഇന്ദ്രനും അനുപമയും ആരും അവരെ വിളിക്കാൻ വരുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അനുപമ ഇന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ദ്രേട്ട എന്നോടല്ലേ അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞത്. ഇന്ദ്രേട്ടൻ എനിക്ക് വേണ്ടി ഇവിടെ പുറത്ത് നിൽക്കൊന്നും വേണ്ട, ഇന്ദ്രേട്ടൻ അകത്തേക്ക് കയറിക്കോളൂ, ഞാനും മിച്ചുമോനും കൂടി നേരെ പഞ്ചരത്നം വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ അംഗീകരിക്കാത്ത ഈ വീട്ടിൽ ഇനി ഞാനും നിൽക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ നേരെ അനുപമയും കൂട്ടി പോയിട്ടുണ്ടാവട്ടെ. അങ്ങനെ ഭാനുമ്മ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇന്ദ്രനെയും അനുപമയും കാണുന്നില്ല. അങ്ങനെ ഭാനുമ്മ അവർ പോയല്ലോ ഈശ്വര എന്നൊക്കെ സങ്കടപ്പെട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയത്ത് അനുപമയോട് ഇന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ പഞ്ചരത്നം വീട്ടിലേക്ക് ആക്കിത്തരാം, നീ തനിച്ചു പോവേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ അനുപമ പറയുന്നത്, എങ്കിൽ ഇന്ദ്രേട്ടനും കൂടി എൻ്റെയും മോൻ്റെയും കൂടെ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, എനിക്ക് അവിടെ വന്ന് താമസിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ അനുപമ പറയുന്നുണ്ട്, ഇന്ദ്രേട്ടൻ ഈ സമയത്ത് എൻ്റെ കൂടെ താമസിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഇനി ഇന്ദ്രേട്ടനും ഞാനും തമ്മിൽ താമസിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമുക്ക് മറ്റൊരു വാടക വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അതിനിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നും കിട്ടുമെന്ന് പറയും. അനു പറയുന്നുണ്ട്, ഇന്ദ്രേട്ടൻ വിചാരിച്ചാലൊക്കെ കിട്ടും, എന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറയണം. അങ്ങനെ ഇന്ദ്രൻ നേരെ അനുപമയും കൂട്ടി സോനയ്ക്കും ശ്യാമിനും വേണ്ടി താമസിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച് ആ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടി അനുപമയും ഇന്ദ്രനും ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇനി മുതൽ നമുക്ക് ഇവിടെ ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയാണ്. അങ്ങനെ അപ്പോഴത്തേക്കും വിജയൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വിജയൻ തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ പാല് കാച്ചിയ ശേഷം സന്തോഷത്തോടു കൂടി ഇന്നു മുതൽ തന്നെ നിങ്ങൾ ഇവിടെ താമസം തുടങ്ങിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ വിജയൻ അവർക്ക് പാല് കാച്ചാനുള്ള പാലും പാത്രവും ഒക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, അതിനുള്ള പൈസ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിജയൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒരുമിച്ച് പിന്നീട് വാങ്ങിച്ചോളാം, ഇപ്പോൾ തൽക്കാലം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞ് വിജയൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ അനുപമ സന്തോഷത്തോടു കൂടി പാല് കാച്ചിയിട്ട് വിജയനും ഇന്ദ്രനും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിജയൻ പറയുന്നുണ്ട്, നല്ല ലക്ഷണമാണ്, ഭാഗത്തേക്ക് തന്നെ പാല് തിളച്ച് തൂവിയിട്ടുണ്ട്, നല്ല സന്തോഷം നിറഞ്ഞ ജീവിതം ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടും എന്നൊക്കെ പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇന്ദ്രനും അനുപമയും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് ഹർഷയ്ക്ക് മനസ്സിലാവുകയാണ് കല്യാണം മുടക്കിയതിന് പിന്നിൽ രവി കൂട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുക കേട്ടോ. അങ്ങനെ ഹർഷ പറയുന്നുണ്ട്, സുശീല എന്താണ് നിങ്ങളോട് ചെയ്ത തെറ്റ്? സുശീല ആൻറ്റി നിങ്ങൾക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയട്ടെ. സുശീല ആൻറ്റി എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ സുശീല ആൻറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ആ പാവം പിടിച്ച പ്രതിഭ എത്രമാത്രം അധികം വിഷമിച്ചിട്ടുണ്ടാവും. ഒരു കണക്കിന് സത്യൻ്റെയും പ്രതിഭയുടെയും വിവാഹം നടന്നത് നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും സുശീല ആൻറ്റിയുമായിട്ടുള്ള എല്ലാ കണക്ഷനും നമുക്ക് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്, കാരണം അവരുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയട്ടോ. ഹർഷ പറയുന്നുണ്ട്, സുശീല ആൻറ്റിയെ കൊണ്ട് നമുക്ക് നല്ല ഉപകാരം ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ. നിനക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇനി മുതൽ സുശീലയുമായിട്ടുള്ള ഒരു കണക്ഷനും ഞാൻ എന്തായാലും ഒരുക്കമല്ല. അവരെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുകയാണ് നല്ലത്. അവർക്ക് നമ്മളെ കൊണ്ടാണ് ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല, എനിക്കൊന്നും ഉപകാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഹർഷേ നീ നിർത്തിക്കോ, അതാണ് നിനക്ക് കൂടി നല്ലത്. അവരുമായിട്ട് ആരൊക്കെ കൂട്ടുകൂടുന്നോ അവർക്കൊക്കെ ഇനി നാശമാണ് വരാൻ പോകുന്നത് എന്ന് രവി അർത്ഥം വെച്ച് പറഞ്ഞ ശേഷം പോവുകയാണ്. അപ്പോൾ ഹർഷം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, രവിയേട്ടൻ എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. പിന്നീട് സുശീല ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഭാനുമ്മ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാനുമ്മ പറയണേ, ഞാൻ എന്നാ വീട്ടിലേക്ക് പോവുകയാണ്. സുശീല, നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സത്യന്റെ പെണ്ണൊരു പാവമാണ്, അവളെ നീ മനസ്സുകൊണ്ട് വേദനിപ്പിക്കരുത്. അവൾ നീ പറയുന്നത് പോലെ ജീവിച്ചോളും, നീ വരച്ച വരയിൽ നിന്നും അവൾ നിന്നുകൊള്ളും, അതുകൊണ്ട് നീ അവളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് എന്ന് പറയട്ടോ. അപ്പോഴാണ് പ്രതിഭ ദീപം കൊളുത്തിയ ശേഷം അവിടേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നിലവിളക്ക് കൊടുന്ന് ഉമ്മറത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ഭാനുമ്മയും സുശീലയും അവിടെ ഇരിക്കുന്നത്. അങ്ങനെ സുശീല ദേഷ്യത്തോടു കൂടി എടി എന്നങ്ങ് പറഞ്ഞ് ഒച്ചയോടെ പ്രതിഭയെ വിളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്നങ്ങ് പ്രതിഭ ഞെട്ടിപ്പോവുകയാണ്.
അടുത്ത എപ്പിസോഡിൽ സോന പ്രതിഭയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സത്യൻ്റെ റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ പ്രതിഭ പാലുമായിട്ട് സത്യൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് കതക് അടച്ചത് കാണുകയാണ്. അപ്പോൾ പ്രതിഭ കയ്യിലുള്ള പാൽ ഗ്ലാസ് അവിടെ ടേബിളിൽ വെച്ച ശേഷം സുശീലയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്, അമ്മയുടെ അനുഗ്രഹം വേണം എന്നും പറഞ്ഞിട്ടാണ് സുശീലയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷേ സുശീല ആ സമയത്ത് പ്രതിഭയോട് ഒച്ചയെടുത്ത് സംസാരിക്കുകയാണ്. എൻ്റെ മകനെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചപ്പോൾ നീ എൻ്റെ അനുവാദം ചോദിച്ചോ? നീ എൻ്റെ സമ്മതം ചോദിച്ചോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു അനുഗ്രഹവും ഒരു സമ്മതവും ചോദിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിഭയുടെ നേരെ കുരച്ചു ചാടി സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും സോനയൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ സോന പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതല്ലേ, എന്തിനാണ് അതിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ. പക്ഷേ സുശീല പ്രതിഭയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിലെ പാലെടുത്തങ്ങ് കുടിക്കുകയാണ്. അപ്പോൾ സോന പറയുന്നുണ്ട്, ഇത് സത്യേട്ടനും പ്രതിഭയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ അമ്മേ, പിന്നെ എന്തിനാണ് അത് കുടിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ. പ്രതിഭ അതിന് ഇന്ന് സത്യൻ്റെ കൂടെ ഉറങ്ങുന്നില്ല. ഞാൻ പറയുന്നത് പോലെ തന്നെ പ്രതിഭ ഇവിടെ ജീവിച്ചാൽ മാത്രമാണ് പ്രതിഭയ്ക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ പ്രതിഭ ഈ വീട് വിട്ടു പോവേണ്ടി വരുമെന്ന് പറഞ്ഞ് വീണ്ടും സുശീല ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ സുശീല പ്രതിഭയെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് സുശീല പ്രതിഭയുടെ മടിയിൽ കാലങ്ങ് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കാല് നല്ല വേദനയുണ്ട്, നീ ഒന്ന് തിരുമ്മിത്തായോ എന്ന് പറഞ്ഞ് പ്രതിഭയെ കൊണ്ട് കാല് തിരുമിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ നീ ഇവിടെ ജീവിച്ചാൽ നിനക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഈ വീടിൻ്റെ പടി ഇറങ്ങണം. നീ സത്യം പറയുന്നത് പോലും നീ കേൾക്കാൻ പാടില്ല. ഞാൻ പറയുന്നതിനാണ് നീ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ നിന്റെ ഭർത്താവാണെന്ന് കരുതിയിട്ട് സത്യം പറയുന്ന വാക്കുകൾക്കൊന്നും നീ വില വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഭയോട് ഭീഷണി സ്വരത്തിൽ പറയുകയാണ്. ഈ സമയത്ത് പ്രതിഭയെ കാണാത്തത് കൊണ്ട് സത്യൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പ്രതിഭ എന്താ റൂമിലേക്ക് വരാത്തത് എന്ന് കരുതിയിട്ടാണ് സത്യൻ പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് സുശീല പ്രതിഭയെ കൊണ്ട് കാല് തിരുമ്മിപ്പിക്കുന്നത് സത്യൻ കാണുന്നത്. അപ്പോൾ സത്യന് മനസ്സിലാവുകയാണ്, പ്രതിഭ ഒരു പാവം പിടിച്ച പെൺകുട്ടിയായ കാരണം അമ്മയുടെ ഭീഷണിക്ക് മുന്നിൽ അവൾക്ക് സമ്മതം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അമ്മ പഴയ അമ്മായി അമ്മമാരുടെ സ്റ്റൈൽ എടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യം സത്യന് മനസ്സിലാവുകയാണ്.